പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് സമർപ്പിക്കുന്നത്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മളുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം, നമുക്കൊന്ന് ചിന്തിക്കാം. യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത് എന്താണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം നമ്മളിലായിരിക്കുമ്പോൾ, ദൈവം പിതാവിലൂടെ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുകയും പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ഒക്കെയും ചെയ്യും. അപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ഈ വെളിപ്പെടുത്തൽ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം, ഭാരം വഹിക്കുന്നവരായിരിക്കണം. നമ്മൾ നമ്മുടെ അധ്വാനശീലത്തെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഓടി നടക്കുന്നവരാകരുത്. നമ്മൾ അധ്വാനിക്കണം. എന്തിനു വേണ്ടി അധ്വാനിക്കണം? യേശുവിന് വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി അധ്വാനിക്കണം. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ച് ആ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ മക്കൾ കൂടി നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എല്ലാവരുമാണ് യേശുവിൻ്റെ അടുത്ത് വരേണ്ടത്. സ്വസ്ഥമായിട്ടിരിക്കുന്നവരല്ല വരേണ്ടത്. സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന് ജീവിക്കുന്നവർ യേശുവിൻ്റെ അടുത്ത് ചെല്ലുവോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ആരാ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്? വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതയും ഒക്കെ ഉള്ളവരാണ് യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്താ പറയുന്നത്? യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന് മുകളിൽ നമ്മുടെ യേശു ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ കരങ്ങൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. എത്ര വേദനയോ ആയിക്കോട്ടെ, എത്ര രോഗങ്ങളായിക്കോട്ടെ, എത്ര കടബാധ്യത ആയിക്കോട്ടെ, അതൊന്നും മാറ്റാൻ കഴിയാത്ത കരമല്ല യേശുവിൻ്റെ കരം. പ്രിയപ്പെട്ടവരെ, കോടികൾ കടമുണ്ടായിരുന്നവർ വന്ന് ഈസിയായിട്ട് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ അതെല്ലാം എങ്ങനെ മാറിയെന്ന് ജനം അതിശയിക്കും. കാരണം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നാത്ത വിധം അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മളുടെ യേശു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം. ദൃഢതയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. നമ്മൾ എവിടെ പോയാലും, ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയാലും അവിടെ വിളമ്പുന്ന വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അവിടെ ഇരുന്ന് വചനം കേട്ടിട്ട് തിരിച്ചു വന്ന് നമ്മൾ ആ വചനത്തെ തുറന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്കെന്താണ് പ്രയോജനം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അത് അവകാശികളായി ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളുടെ മനോഭാവം ശിശുക്കളെ പോലെ ആകണം. പാപത്തിൽ നമ്മൾ എപ്പോഴും ശിശുവിനെ പോലെ ആകണം. കാരണം ശിശുക്കൾക്ക് പാപം ചെയ്യാൻ അറിയില്ല. ശിശുക്കൾക്ക് 2 അടി നമ്മൾ ദേഷിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ അടി കൊണ്ട് ആ നിമിഷം തന്നെ ഒന്ന് കരഞ്ഞിട്ട് തിരിച്ചോടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈരാഗ്യ ബുദ്ധിയില്ല.
അതുപോലെ നമ്മളും വൈരാഗ്യ ബുദ്ധി ഇല്ലാത്തവരായി മാറണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ മക്കളായി മാറണം. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളെല്ലാം ശുദ്ധീകരിക്കട്ടെ. ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമെങ്കിൽ കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിളംബരം ചെയ്യാനുണ്ട്. ഈ ഒരു ദിവസം പ്രസംഗിച്ച തീരാത്തത്ര ആഴത്തിലുള്ള വചനമാണിത്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നിർത്തുന്നു. ഈ വചനം നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാം മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.